വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് എലൈറ്റ് സൂപ്പർമാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. തൃശൂർ പൂരം പ്രദർശനം പ്രതികരണവുമായി കൊച്ചിൻ ദേവസ്വം ബോർഡ്. വാടക കൂട്ടിയത് കോടതിയാണെന്നും കോടതി കുറയ്ക്കാൻ പറഞ്ഞാൽ കുറയ്ക്കുമെന്നും ദേവസ്വം പ്രസിഡന്റ് എം.കെ. സുദർശനൻ. പോലീസിന്റെ നരനായാട്ട്. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധവുമായി കോൺഗ്രസ്. തൃശൂരിൽ നടന്ന കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. നരഭോജി കടുവയ്ക്ക് നാളെ ശസ്ത്രക്രിയ. കടുവയുടെ മുഖത്തെ മുറിവ് ആഴമേറിയതെന്ന് പരിശോധനാ റിപ്പോർട്ട്. മുറിവിന് 8 സെന്റിമീറ്ററോളം ആഴമുണ്ടെന്നും വിലയിരുത്തൽ. പൂരം പ്രദർശനം വിവാദം. തൃശൂർ കോർപ്പറേഷനിൽ പ്രതിഷേധവുമായി കോൺഗ്രസും ബി.ജെ.പിയും. കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് മേയർ. നമസ്കാരം, ഞാൻ ബൈജു ദേവസി. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ പൂരം പ്രദർശനത്തിന്റെ തറവാടക വിവാദത്തിൽ പ്രതികരണവുമായി കൊച്ചിൻ ദേവസ്വം ബോർഡ്. വാടക കൂട്ടിയത് കോടതിയാണെന്നും കോടതി കുറയ്ക്കാൻ പറഞ്ഞാൽ കുറയ്ക്കുമെന്നും ദേവസ്വം പ്രസിഡന്റ് എം.കെ. സുദർശൻ. പൂരം പ്രദർശനവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായുള്ള വിവാദങ്ങൾ ഈ വർഷവും തുടരുന്ന സാഹചര്യത്തിലാണ് പ്രതികരണവുമായി ദേവസ്വം പ്രസിഡന്റ് തന്നെ രംഗത്ത് വന്നത്. പൂരം പ്രദർശനത്തിലൂടെ ദേവസ്വങ്ങളുടെ വരുമാനം കുത്തനെ ഉയർന്നതായും പറഞ്ഞ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എക്സിബിഷന്റെ വരുമാനം ഉപയോഗിച്ച് പൂരം നടത്തണം എന്നാണ് കരാർ. പക്ഷേ വെടിക്കെട്ടിനും ആനയ്ക്കും കുടയ്ക്കും മേളത്തിനും വരെ സ്പോൺസർഷിപ്പ് ഉണ്ടെന്നും കൂടാതെ ദേവസ്വങ്ങൾ പണം പിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയാണ്. അത് ആ രീതിയിൽ തന്നെയാണ് പൂരം ഇവിടെ ആരംഭിച്ചിട്ടുള്ളതും ഇത്രയും കാലം നടന്നു വന്നിട്ടുള്ളതും. അപ്പോൾ അതുകൊണ്ട് പൂരം ഒരിക്കലും തകർക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരു കാരണവശാലും, കാരണം അത് നമ്മുടെ ഉത്തരവാദിത്വമായതുകൊണ്ട് ഒരിക്കലും അത് പൂരം തകർക്കാൻ വേണ്ടിയുള്ള യാതൊരുവിധ, മാത്രമല്ല പൂരത്തിൻ്റെ ശോഭയ്ക്ക് ഭംഗി കുറയുന്നതിനുള്ള ഒരു പ്രവർത്തനവും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ മുന്നിട്ടെടുത്ത ഒരു തീരുമാനമല്ല വാടക വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. ഫൈൻഡിങ്സ് കോടതിയിൽ എത്തിയപ്പോഴാണ് കോടതി സ്വമേധയായിട്ടുള്ള കേസെടുക്കുന്നത്. അത് DVP 40/2022 പൂരം എക്സിബിഷൻ കമ്മിറ്റിയെ കക്ഷി ചേർത്ത് കോടതി സുവമോട്ടോ കേസെടുക്കുകയാണ് ചെയ്തത്. ഒരു പ്രൂഡൻറ്റ് ബിസിനസ്മാനെ പോലെ, വളരെ കൃത്യതയാർന്ന ഒരു ബിസിനസ്സുകാരനെ പോലെ വാടക നിശ്ചയിക്കാൻ വേണ്ടി കോടതിയാണ് നമുക്ക് നിർദ്ദേശം തരുന്നത്. ദേവസ്വം ബോർഡാണ് പ്രശ്നക്കാർ, ദേവസ്വം ബോർഡ് പൂരം തകർക്കാൻ പോകണം എന്നുള്ള രീതിയിൽ അത് ബോധപൂർവം, അതായത് ഈ രീതിയിൽ കണക്കിൽപ്പെടാത്ത പൂരത്തിന്റെ ചെലവ് സംബന്ധിച്ച കണക്കുകൾ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ പുറത്തുവിടണം. കോടതി നിർദ്ദേശമനുസരിച്ചാണ് എക്സിബിഷൻ തറവാടക കൂട്ടിയത് എന്നും കോടതി പറഞ്ഞാൽ തുക കുറയ്ക്കുമെന്നും എം.കെ. സുദർശനൻ വ്യക്തമാക്കി. തറവാടക പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പൂരം ചടങ്ങ് മാത്രമായി നടത്തുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. തൃശൂരിൽ നടന്ന കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കെതിരെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും പോലീസും ചേർന്ന് നടത്തുന്ന നരനായാട്ടിനെതിരെ എന്ന മുദ്രാവാക്യവുമായി തൃശൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ മാർച്ചിലാണ് സംഘർഷം. തെക്കേ ഗോപുരനടയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പോലീസ് തടയുകയായിരുന്നു. തുടർന്ന് പോലീസും സമരക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമറിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്തതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. സംഭവത്തിൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും പരിക്കേറ്റു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ സമരം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. മുൻ മേയർ IP പോൾ, തിമോത്തി വടക്കൻ, നേതാക്കന്മാരായ TR സന്തോഷ്, സുബി ബാബു, ബഷീർ അഹമ്മദ് എന്നിവർ സംസാരിച്ചു. വയനാട്ടിൽ നിന്ന് പിടിയിലായി പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയ നരഭോജി കടുവയുടെ മുഖത്തെ മുറിവ് ആഴമേറിയതെന്ന് പരിശോധനാ റിപ്പോർട്ട്. മുറിവിന് 8 സെന്റിമീറ്ററോളം ആഴമുണ്ടെന്നാണ് വിലയിരുത്തൽ. വനത്തിനുള്ളിൽ കടുവകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഉണ്ടായതാകാം മുറിവെന്നാണ് നിഗമനം. കടുവയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ചികിത്സയ്ക്കു വേണ്ടി കടുവയെ മയക്കുന്നതിനുള്ള അനുമതി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നൽകി. നാളെ ഉച്ചയ്ക്ക് വെറ്ററിനറി സർവകലാശാലയിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടക്കുക. പരിക്കിനെ തുടർന്ന് കടുവയ്ക്ക് ശാരീരിക അവശതയും കടുത്ത വേദനയും ഉണ്ടെന്നാണ് സുവോളജിക്കൽ പാർക്കിൽ നിന്ന് അറിയിച്ചത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ഇന്നലെയാണ് വയനാട്ടിൽ നിന്നും പിടിയിലായ കടുവയെ എത്തിച്ചത്. 13 വയസ്സ് പ്രായമുള്ള കടുവയെ 40 ദിവസം മുതൽ 60 ദിവസം വരെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ക്വാറന്റൈനിൽ നിർത്തും. നിലവിൽ നിരീക്ഷണ കേന്ദ്രത്തിലുള്ള കടുവയ്ക്ക് ദിവസം 6 കിലോ ബീഫ് അടക്കം ഭക്ഷണം നൽകും. നെയ്യാറിൽ നിന്നും എത്തിച്ച വൈഗ, ദുർഗ എന്നീ പേരുകളിൽ ഉള്ള മറ്റ് 2 കടുവകളും പുത്തൂരിലെ നിരീക്ഷണ കേന്ദ്രത്തിൽ ഉണ്ട്. തൃശൂർ പൂരം പ്രദർശനത്തിന്റെ തറവാടക വർദ്ധിപ്പിച്ചതിനെതിരെ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസ് BJP പ്രതിഷേധം. യോഗം ബഹിഷ്കരിച്ച് മേയർ.
കുത്തിയിരിപ്പ് സമരവുമായി കൗൺസിലർമാരും. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നടപടിക്കെതിരെ തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയം പാസാക്കാത്ത നടപടിയിലാണ് പ്രതിഷേധം നടന്നത്. മേയറെ തടഞ്ഞും മേയറുടെ ചേംബർ ഉപരോധിച്ചും പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു. തൃശൂർ പൂരം എക്സിബിഷന്റെ തറവാടക വർദ്ധിപ്പിച്ച കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. തൃശൂർ പൂരം തകർക്കാനുള്ള ഗൂഢാലോചനയിൽ CPM-നും കോർപ്പറേഷനും സർക്കാരിനും പങ്കുണ്ടെന്ന് രാജൻ ജെ പല്ലൻ പറഞ്ഞു. തൃശൂർ പൂരം വിറ്റ് കാശാക്കാൻ പറ്റില്ലെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡിന് മുന്നിൽ നിരാഹാര സമരം നടത്തുമെന്നും രാജൻ ജെ പല്ലൻ വ്യക്തമാക്കി. തൃശൂർ പൂരത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP കൗൺസിലർ വിനോദ് പൊള്ളാഞ്ചേരിയും പറഞ്ഞു. പ്രമേയത്തിൽ വോട്ടെടുപ്പ് വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതോടെ വേണ്ടിവന്നാൽ കോർപ്പറേഷൻ എക്സിബിഷൻ നടത്തുമെന്ന് മേയർ പറഞ്ഞു. ഇത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് ഇടയാക്കി. പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയതോടെ മേയർ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു. പ്രതിപക്ഷാംഗങ്ങൾ മേയറെ തടയാൻ ശ്രമിച്ചെങ്കിലും മേയർ ബലമായി പുറത്തിറങ്ങുകയായിരുന്നു. തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ മേയറുടെ ചേംബർ ഉപരോധിച്ചു. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും പോലീസും നടത്തിയ നരനായാട്ടിനെതിരെ എന്ന മുദ്രാവാക്യത്തോടെ കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്കാണ് മാർച്ച് നടന്നത്. അവണൂർ, മുണ്ടത്തിക്കോട്, മുളകുന്നത്തുകാവ്, കോലഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് DCC സെക്രട്ടറി NR സതീശൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. PV ബിജു, PS വേണുഗോപാൽ, ജോസഫ് ചുങ്കത്ത്, ബാബു നീലങ്കാവിൽ, ജയൻ മംഗലം, PS രാധാകൃഷ്ണൻ, മാർട്ടിൻ കൊട്ടേക്കാട്, സണ്ണി മാരിയൽ, AG നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപൂർണമായ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണ് എന്ന കാര്യം സംശയമില്ല. CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറി വരെയുള്ള ആളുകൾക്ക് അവരുടെ അഴിമതി നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ അവരുടെ പ്രകടന പത്രികയിൽ അതാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ, പണം മാത്രം മതി. വടക്കാഞ്ചേരിയിൽ കോൺഗ്രസ് നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ നേരിയ ഉന്തും തള്ളും. നവകേരള സദസ്സിന്റെ പേരിൽ നടത്തുന്ന ധൂർത്തിനെതിരെ പ്രതിഷേധിച്ചും കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി മർദ്ദിക്കുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുമാണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് വടക്കാഞ്ചേരി തെക്കുംകര മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി മാർച്ച് നടത്തിയത്. വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് പുഴപ്പാലത്തിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് പോലീസും ചില പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളും നടന്നു. DCC ജനറൽ സെക്രട്ടറി K അജിത് കുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് AS ഹംസ അധ്യക്ഷത വഹിച്ചു. തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് തോമസ് പുത്തൂർ, DCC സെക്രട്ടറിമാരായ ഷാഹിദ റഹ്മാൻ, ജിജോ കുര്യൻ, PJ രാജു, കൗൺസിലർമാരായ KT ജോയ്, സന്ധ്യ കൊടക്കാടത്ത്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ്, അനീഷ് കണ്ടമാട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്നതെന്നുള്ള കൺഫ്യൂഷനാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ. കേരളത്തിൽ പോലീസാണെങ്കിൽ അവർ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്നതിന് നിയമവും അതിന്റെ അടിസ്ഥാനത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. വാർത്താ നേരത്തിൽ ഒരു ഇടവേള. സൂപ്പർമാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക് വീണ്ടും. തൃശൂർ പൂരം നടത്തിപ്പിന് തുക കണ്ടെത്താൻ പാറമക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ ചേർന്ന് നടത്തുന്ന എക്സിബിഷന് തറവാടക ഈടാക്കുന്നത് അനീതിയാണെന്ന് സുരേഷ് ഗോപി. വാടക വർദ്ധിപ്പിക്കരുത് എന്നല്ല, വാടക ഈടാക്കാനേ പാടില്ല എന്നാണ് തന്റെ അഭിപ്രായമെന്നും താരം. വടക്കുംനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾക്കും ഭക്തരിൽ നിന്ന് വാടക ഈടാക്കാൻ ദേവസ്വത്തിന് അധികാരമില്ല. ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിലായിരിക്കണം ദേവസ്വത്തിന്റെ ശ്രദ്ധ, അല്ലാതെ ക്ഷേത്രാചാരങ്ങൾ സംരക്ഷിക്കാൻ പ്രയത്നിക്കുന്ന വിശ്വാസികളെ കൊള്ളയടിക്കലാകരുത്. ക്ഷേത്രാചാരവുമായി ബന്ധമില്ലാത്ത പരിപാടികൾക്ക് വാടക ഈടാക്കുന്നതിൽ ആരും എതിരല്ല. പക്ഷേ പാറമക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളെ കൊള്ളയടിക്കുന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ പൂരത്തിന്റെ പ്രൗഢി നിലനിർത്തുന്നതിലും വർദ്ധിപ്പിക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള പാറമക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളെ അഭിനന്ദിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടതിന് പകരം അവരെ ദ്രോഹിക്കുകയാണ് ദേവസ്വം ചെയ്യുന്നത്. തൃശൂർ പൂരത്തെ തകർക്കാനുള്ള ഏതു നീക്കത്തെയും പാറമക്കാവ്, തിരുവമ്പാടി ദേശങ്ങൾക്കും പൂരപ്രേമികൾക്കും ഒപ്പം നിന്ന് നേരിടും. പൂരം പ്രതിസന്ധിയിലാക്കി ഭരണമുന്നണിയിലെ ചിലർക്ക് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള നാടകത്തിന്റെ ഭാഗമാണോ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കടുംപിടുത്തത്തിന് പിന്നിലെന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ പൂരം മഠത്തിൽ വരവ് പഞ്ചവാദ്യം ഇടയ്ക്ക പ്രമാണി തിച്ചൂർ മോഹനൻ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. തൃശൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. തികഞ്ഞ താളബോധവും കൊട്ടിൽ ശുദ്ധിയും വ്യക്തതയുമുള്ള ഇടയ്ക്ക കലാകാരനാണ് തിച്ചൂർ മോഹനൻ. വരവൂർ കുട്ടൻ നായർ, പൂക്കാട്ടിരി ദിവാകര പൊതുവാൾ എന്നിവരുടെ കീഴിൽ തായമ്പകയും പുതുക്കോട് കൊച്ചുരാമമാരാരിൽ നിന്ന് തിമിലയും അഭ്യസിച്ചു. നിരവധി കലാകാരന്മാരോടൊപ്പം ചേർന്ന് ക്ഷേത്ര ചടങ്ങുകളിലും അഭ്യസിച്ചു.
സംഗീത നാടക അക്കാദമി അവാർഡും നിരവധി സുവർണമുദ്രകളും പുരസ്കാരങ്ങളും മോഹനന് ലഭിച്ചിട്ടുണ്ട്. 2021 പൂരം ചടങ്ങ് മാത്രമായി ആഘോഷിച്ച സമയത്ത് രാത്രിയിൽ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് എഴുന്നള്ളിപ്പിനിടെ ആൽമരത്തിന്റെ കൊമ്പ് പൊട്ടിവീണുണ്ടായ അപകടത്തിൽ തിച്ചൂർ മോഹനനും പരിക്കേറ്റിരുന്നു. ഫാസ്ടാഗിൽ പണമില്ലാത്ത KSRTC ബസ് പാലിയേക്കര ടോളിൽ തടഞ്ഞിട്ടു. ചാലക്കുടിയിൽ നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന ഓർഡിനറി ബസ്സാണ് ടോൾ ബൂത്തിൽ തടഞ്ഞിട്ടത്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 സംഭവം. നിറയെ യാത്രക്കാരുമായി വന്ന ബസ് കടത്തിവിടാൻ ടോൾ അധികൃതർ തയ്യാറാകാതെ വന്നതോടെ യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കിവിട്ട് ബസ് ജീവനക്കാർ കൈയൊഴിയുകയായിരുന്നു. വയോധികരും കൈക്കുഞ്ഞുമായി എത്തിയ സ്ത്രീകളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ വെയിൽ കൊണ്ട് വലഞ്ഞു. പിന്നീട് വന്ന സ്വകാര്യ ബസ്സുകളിലാണ് ഇവർ യാത്ര തുടർന്നത്. ഫാസ്ടാഗിൽ പണമില്ലെങ്കിൽ ഇരട്ടി തുക അടച്ചാൽ മാത്രമേ ടോൾ കടക്കാൻ കഴിയുകയുള്ളൂ. പണം അടച്ച് ടോൾ കടക്കാൻ ബസ് ജീവനക്കാർ തയ്യാറായില്ല. ഫാസ്ടാഗിൽ പണമുണ്ടോ എന്ന് പരിശോധിക്കാതെ വന്ന ബസ് ജീവനക്കാർക്കെതിരെ യാത്രക്കാർ ക്ഷുഭിതരായി. ഏത് ഡിപ്പോയിലെ ബസ്സാണ് എന്ന് പോലും ജീവനക്കാർക്ക് അറിയില്ലെന്നാണ് പറഞ്ഞതെന്ന് യാത്രക്കാർ പ്രതികരിച്ചു. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആതിരോത്സവത്തിന്റെ ഭാഗമായി തിരുവാതിരക്കളി അരങ്ങേറി. ആഘോഷ പരിപാടികളുടെ 7ാം ദിവസത്തോടനുബന്ധിച്ച് 16ഓളം ടീമുകളുടെ തിരുവാതിരക്കളിയാണ് അരങ്ങേറിയത്. വടക്കുന്നാഥ ക്ഷേത്ര ശ്രീമൂലസ്ഥാനത്തിന് മുൻവശത്തെ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് തിരുവാതിരക്കളി നടക്കുന്നത്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി 500ഓളം സംഘങ്ങളാണ് ഇത്തവണ തിരുവാതിരക്കളിയിൽ പങ്കെടുക്കാനായി എത്തുന്നത്. ഡിസംബർ 27-നാണ് തിരുവാതിര. കൊല്ലത്ത് ഡിവൈഎഫ്ഐക്കാരെ മർദ്ദിച്ച സംഭവം. ഒരു കരണ തടി കിട്ടിയാൽ മറുകരണം കാണിക്കാൻ ഞങ്ങൾ യൂത്ത് കോൺഗ്രസുകാരല്ലെന്നും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ. യുവമോർച്ചക്കാരെ ആക്രമിക്കാൻ വന്നത് ഡിവൈഎഫ്ഐക്കാരാണെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ പറഞ്ഞു. ഒരു കരണ തടി കിട്ടിയാൽ മറുകരണം കാണിക്കാൻ ഞങ്ങൾ യൂത്ത് കോൺഗ്രസുകാരല്ല. ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞാൽ അങ്ങോട്ട് കയറി മാന്തുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ സമാധാനപരമായിട്ട് പ്രതിഷേധിച്ച യുവമോർച്ച പ്രവർത്തകർക്ക് നേരെയാണ് ഡിവൈഎഫ്ഐയുടെ ഗുണ്ടാ സംഘം അക്രമം അഴിച്ചുവിട്ടത്. ഞങ്ങൾ യൂത്ത് കോൺഗ്രസുകാരെ പോലെ ഒരു കവിളത്തടിച്ചാൽ മറ്റേ കവിള് കാണിച്ചു കൊടുക്കുന്ന പാർട്ടിയല്ല. അങ്ങനെ സമാധാനത്തിന്റെ നോബൽ സമ്മാനം കിട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. ഞങ്ങൾ ഇങ്ങോട്ട് കയറി ചൊറിയാൻ നിന്നാൽ നല്ല വൃത്തിക്ക് അങ്ങോട്ട് കയറി മാന്തും. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. തിരുവനന്തപുരം ജില്ലയിൽ മുഖ്യമന്ത്രി ഇതുവരെ കാണാത്ത പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരുമെന്ന് യുവമോർച്ച ഓർമ്മിപ്പിക്കുകയാണ്. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവകേരള യാത്രയ്ക്കെതിരെ തിരുവനന്തപുരത്ത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും പ്രഫുൽ കൃഷ്ണ തൃശൂരിൽ പറഞ്ഞു. ആരോഗ്യ സംരക്ഷണവും ഫാഷനും സമന്വയിപ്പിച്ച് തൃശൂർ മണ്ണുത്തിയിൽ ഫാഷൻ ഷോ സംഘടിപ്പിക്കുന്നു. ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം ലക്ഷ്യമാക്കിയാണ് ഷോ സംഘടിപ്പിക്കുന്നത്. കൈലാസനാഥ വിദ്യാനികേതൻ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 23-ന് സ്കൂൾ ഹാളിലാണ് ഷോ അരങ്ങേറുക. ഹെൽത്ത് വോഗ് 2023 എന്ന പേരിൽ നടക്കുന്ന ഫാഷൻ ഷോ ജില്ലാ കളക്ടർ കൃഷ്ണതേജ ഉദ്ഘാടനം ചെയ്യും. പാരമ്പര്യ ഫാഷൻ സങ്കല്പങ്ങൾക്ക് വിപരീതമായി സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും ഉള്ളവർക്ക് അവസരങ്ങൾ നൽകുവാൻ കഴിയുന്ന രീതിയിലാണ് ഫാഷൻ ഷോ ഒരുക്കിയിരിക്കുന്നത് എന്നും സംഘാടകർ അറിയിച്ചു. ആരോഗ്യ പ്രവർത്തകരെയും ആരോഗ്യരംഗത്തെ സ്തുത്യർഹമായ സംഭാവനകൾ നൽകിയവരെയും ചടങ്ങിൽ ആദരിക്കും. റാമ്പ് വാക്ക്, ഡാൻസ്, മ്യൂസിക് എന്നിവയും ഉണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ PA ബഷീർ, സിദ്ധി നാലകത്ത്, ഡോക്ടർ മെൽവിൻ, ഡോക്ടർ എമിൽ, സൗമ്യ ജി നായർ എന്നിവർ പങ്കെടുത്തു. G4U ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ G4U ന്യൂസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിനായി G4U ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പൂരം പ്രദർശനം. പ്രതികരണവുമായി കൊച്ചിൻ ദേവസ്വം ബോർഡ്. വാടക കൂട്ടിയത് കോടതിയാണെന്നും കോടതി കുറയ്ക്കാൻ പറഞ്ഞാൽ കുറയ്ക്കുമെന്നും ദേവസ്വം പ്രസിഡന്റ് MK സുദർശനൻ. പോലീസിന്റെ നരനായാട്ട്. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധവുമായി കോൺഗ്രസ്. തൃശൂരിൽ നടന്ന കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. നരഭോജി കടുവയ്ക്ക് നാളെ ശസ്ത്രക്രിയ. കടുവയുടെ മുഖത്തെ മുറിവ് ആഴമേറിയതെന്ന് പരിശോധനാ റിപ്പോർട്ട്. മുറിവിന് 8 സെന്റിമീറ്ററോളം ആഴമുണ്ടെന്നും വിലയിരുത്തൽ. പൂരം പ്രദർശനം വിവാദം. തൃശൂർ കോർപ്പറേഷനിൽ പ്രതിഷേധവുമായി കോൺഗ്രസും BJPയും. കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് മേയർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി.
watching G4U News.